ജോയി അഗസ്റ്റിനും ജോവി ജോർജും സംവിധാനം ചെയ്യുന്ന യാത്ര എന്ന ലഘുനാടകം ഇതാ ഇവിടെ ആരംഭിക്കുകയായി. അതെ, ഇതൊരു യാത്രയാണ്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഒരു സത്യാന്വേഷണ യാത്ര. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം അണിചേരാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഒരു ബെല്ലിനോടുകൂടി നാടകം തുടങ്ങുകയും. ആ കോട്ട ഒന്ന് വണ്ടി വിടി കേട്ടാ. നേരം കുറെ ഞങ്ങള് തിരിക്കാൻ തുടങ്ങിയിട്ട്. കുറെ ആയല്ലോ ഈ ഫോൺ ബെൽ അടിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഇച്ചാൻ ഇത് എവിടെ പോയി കിടക്കുക? ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഈ ഫോൺ ബെൽ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? എവിടെ? ഹലോ, ആരാ? ആ, നീലാണ്ടനാണോ? ഈ ആഴ്ച വരാൻ പറ്റില്ലെന്നോ? എടാ, തേങ്ങയെല്ലാം ഉണങ്ങി വീണു തുടങ്ങി. അടുത്ത ആഴ്ചയും ഡേറ്റ് ഇല്ലെന്നോ? ആ, എന്നാ നിന്റെ സൗകര്യത്തിന് വാ, വേറെ മാർഗമില്ലല്ലോ. ആ, പറഞ്ഞേക്കാം. ശരി ശരി. തേങ്ങ ഇടാൻ ആ നീലാണ്ടിന് വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ? ഇതെന്തോന്നാ മനുഷ്യ നിങ്ങളുടെ ചെവിയില്? ഓ എടി, ഞാൻ നമ്മുടെ പിള്ളേര് പാട്ട് കേൾക്കണ കുന്ത്രാണ്ടം ഒന്ന് വെച്ച് നോക്കിയത്. കുറെ ഒച്ചയും കാറിലും മാത്രമല്ലാതെ പാട്ടൊന്നും ഞാൻ കേട്ടില്ല. ഓ, ഒരു പാട്ട് കേൾക്കാൻ കണ്ട പ്രായം. ആ നീലാണ്ടിന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും തേങ്ങ ഇടാൻ വരാൻ പറ്റില്ലെന്ന്. അവന് വരാൻ പറ്റില്ലെങ്കിൽ തേങ്ങ ഇടില്ല, അത്ര തന്നെ. അവനൊക്കുമ്പോ വന്നിടട്ടെ. അല്ലാതെ ഈ വയസ്സ് കാലത്ത് എനിക്ക് തെങ്ങ കയറാൻ പറ്റുമോ? അല്ല, പറ്റുമോടി? ഹലോ, എന്താടാ? ഓ, ടൗല കുളിമുറി തന്നെ കാണും. അവിടെ ഇല്ലേ? എന്നാ ഞാൻ ആ ലീലാമ്മയോടൊന്ന് ചോദിക്കട്ടെ. എടി ലീലാമ്മേ, നീ ഇന്നലെ തുണി നനച്ചത് എവിടാ വെച്ചേ? നനച്ചില്ലേ? വാഷിംഗ് മെഷീനിൽ തന്നെ ഉണ്ടെന്നോ? അത് കൊള്ളാവല്ലോ. ഇന്നലെ തന്നെ അതെടുത്ത് ഉണങ്ങി മടക്കി വെച്ചേച്ച് പോണമെന്ന് പറഞ്ഞിട്ട് അത് തീർക്കാതെ പോയോ? ഓ, സീരിയല് പകുതി കാണാൻ പറ്റില്ലെന്നോ? ശരി ശരി. ഇവക്കൊക്കെ കാശ് വെറുതെ കൊടുക്കാമെന്നല്ലാതെ ഒരു കാര്യവും ഇല്ല. ഹലോ മോളെ, നീ ആ ഷെൽഫിൽ നിന്ന് ഒരു ടവൽ എടുത്ത് ചേട്ടന് കൊടുക്ക്. അവൻ കുളിമുറിയിലുണ്ട്. മൊബൈലിൽ വിളിച്ചാ മതി, അവൻ വാതിൽ തുറക്കും. ഹലോ, ആരാ? നീ ഗേറ്റിന്നാണോ? ഇങ്ങോട്ട് പോരടാ, എല്ലാവരും ഉണ്ട്.
ഓ ശരി ശരി. എടി മോളെ, അതാ പിച്ചക്കാരൻ മുണിയാണ്ടിയ. അവൻ മാസത്തിലൊരിക്കലേ വരും. ഇത്തവണ നീ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ ഒരു സ്കോച്ച് വാങ്ങണമെന്ന് പറഞ്ഞ അവൻ കഴിഞ്ഞ മാസം പോയത്. നാടൻ അവന്റെ വയറിന് തീരെ പിടിക്കണില്ലത്രേ. പിന്നെ എനിക്ക് സ്കോച്ച് വിൽപ്പനയല്ലേ. ഞാൻ ആകെ 2 കുപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒന്ന് ഇവിടേക്കും ഒന്ന് അവിടുത്തെ അപ്പച്ചനും. ഈ സ്കോച്ചിനൊക്കെ അവിടെ പൊന്നിന്റെ വിലയാ, പൊന്നിന്റെ വില. അമ്മാ തായേ, അമ്മാ തായേ, അമ്മാ അമ്മാ எப்படி இருக்கம்மா? உங்களுக்கு சௌக்கியம் தானே? அங்க லண்டனில் எல்லாருக்கும் சௌக்கியம் தானேம்மா? நான் 2-3 மாசமாயாச்சு அம்மையை காத்திருப்பேன். எனக்கு സ്കോച്ച് കൊണ്ടുവന്നിട്ടാച്ചാ. പിന്നെ എനിക്ക് പിച്ചക്കാർക്ക് സ്കോച്ച് വിൽപ്പനയല്ലേ പണി. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ஐயையோ அம்மா சும்மா வேண்டாம்மா, வேலை எனக்கு ஒரு பிரச்சனையே இல்லை, நிறைய காசு இருக்கம்மா. ഓ, പിച്ചക്കാരനാണെങ്കിലും അവന്റെ അഹങ്കാരത്തിനൊരു കുറവില്ല. என்னம்மா இந்த மாதிரி சொல்லக்கூடாது. ஸ்கோச்சில் வேண்டாம்மா, பச்சைங்களு பிச்சைக்காரன் இந்த களியாக்கல். நான் பிச்சைக்காரனாണെങ്കിൽ உங்களும் அதுதான். நான் அங்கே தமிழ்நாட்டில் இருந்து இங்கே வந்து ஒரு வேலை செய்கிறேன். அந்த மாதிரி அம்மாவும் அங்கே லண்டனில் போய் இதே வேலை செய்கிறேன். 2 வேலை தானம்மா, கூலியும் சரி. ஐயா நான் போயிட்டேன். காசு கொடுத்தா கொஞ்சம் வேற கிடைக்கும். എനിക്കുള്ളത് താ ஐயா. ടൈം இல்லை, ക്രിസ്മസ് ആയിച്ച് ரொம்ப തിരക്ക്. മോളെ മേരി, എന്റെ കൈ കാശൊന്നുമില്ലടി. അവൻ എന്തെങ്കിലും കൊടുത്തുവിടും, അവൻ പോട്ടെ. ഞാൻ കാശൊന്നും കൊണ്ടു നടക്കാറില്ലെന്ന് അപ്പച്ചൻ അറിയില്ലേ? അതെ, ഞങ്ങൾ ക്യാഷ് ഉപയോഗിക്കാറില്ല, കാർഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടേ ഇപ്പൊ തരാനൊന്നുമില്ല. അച്ചോ കവലപ്പെടാതമ്മാ, കവലപ്പെടാതെ. எல்லாத்திலுமே வழி இருக்கு. கடவுளே காப்பாத்துங்கோ. அம்மா காலம் மாறும்போ கோலம் மாறണമെന്നല്ലേ? ചെക്ക് ചെയ്ത് പിന്നെ എന്താ ചെയ്യമ്മ? നാശം. ഇടാ മുനിയാണ്ടി, നീ അവിടെ നിന്നേ. ഇടാ, നിന്റെ മോടെ പഠനമൊക്കെ എവിടം വരെയാണ്? ஐயா என் மகள் செம்பகம், அவள் அங்கே அண்ணாமலை மெடிக்கல் காலேஜில் நர்சிங் ஃபைனல் இயர் படிக்கிறேன்.